ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരനായ ഒരു ഭരണാധികാരി തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരാളാണ് ഇദി അമീൻ. അദ്ദേഹമൊക്കെ ആ സമയത്ത് ചെയ്ത എത്രയോ ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയ ഒരാളാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആളുടെ ഒക്കെ പറഞ്ഞ സ്ഥിതിയല്ലേ എന്ന് വെച്ചിട്ട് ആൾ പറഞ്ഞതല്ലേ, അപ്പോൾ ഞാൻ അതാ ഇത് ചെയ്തു, ആ ബുക്കിംഗ് ക്യാൻസൽ ചെയ്തു. അതായിരുന്നു ഈ യാത്ര എനിക്ക് പറ്റിയ ഏറ്റവും അമ്മളിയും ഞാൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നത്തിലോട്ടുള്ളൊരു കാരണം ഇതായിരുന്നു. അപ്പോൾ തന്നെ എൻ്റെ ഉള്ളിലൊരു മിന്നൽ പോയി. അപ്പോൾ ഞാൻ നിന്ന് വരയ്ക്കാൻ തുടങ്ങി. പക്ഷെ ഞാനിത് എന്താ ചെയ്യാൻ പറ്റുക, എനിക്ക് നെറ്റില്ല, ഒന്നുമില്ല. അവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഫുൾ എല്ലാ സ്ഥലത്തും റോഡ്, മണ്ണിട്ട റോഡാണ്. നമുക്കൊരു പട്ടിണിയുടെ ഒരു രൂപം നമുക്ക് ശരിക്കും എല്ലായിടത്തും കാണാം. അതിന് നമ്മൾ ജിഞ്ചയിൽ ഇറങ്ങി. അതിനോട് ഇഗ്നേഷ്യസ് ഭായ് ഒരു പോയിന്റ് പറഞ്ഞിരുന്നു, അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഏകദേശം 1 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോഴാണ് പുറകിൽ നിന്ന് നമ്മുടെ ഇറ്റലിക്കാരൻ വിളിക്കുന്ന ആളും അവിടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് ഈ പറഞ്ഞ പോലെ ജിഞ്ച കാണാനാണ്. അപ്പോൾ ഞങ്ങൾ നടന്നു, ഈ പറഞ്ഞ പോയിന്റിലെത്തി. ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഇഗ്നേഷ്യസ് ഭായ് നമ്മളെ ജോയിൻ ചെയ്തു. അപ്പോൾ ഇനി നമ്മുടെ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവർ നൈലിൻ്റെ സോഴ്സിലോട്ട് പോവുകയാണ്. അപ്പോൾ അവിടുന്ന് നമ്മുടെ ഇഗ്നേഷ്യസ് ഭായ് നമ്മളെ കൊണ്ടുപോയി അവിടെ എത്തിയ സ്ഥലത്ത്. ഇതെന്ന് പറയുമ്പോൾ ബേസിക്കലി ഈ റിവർ നൈല് രണ്ടെണ്ണം, ബ്ലൂ നൈലും ഉണ്ട്, വൈറ്റ് നൈലും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ വൈറ്റ് നൈലാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇവിടെ ഉള്ളത്. ബ്ലൂ നൈൽ എത്യോപ്യയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് രണ്ടുകൂടി ചേർന്ന് സുഡാൻ്റെ ക്യാപിറ്റലായ ഖർത്തൂമിൽ നിന്നാണ് ഇത് രണ്ടുകൂടി മേർജായി പിന്നീടാണത് ഒറ്റ നൈലായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്ന സമയത്ത് ഞാൻ മറ്റൊരു കാര്യം കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാന്ധിജിയുടെ സ്റ്റാച്ചു ഉണ്ടായിരുന്നു അവിടെ. അതെന്നെ സത്യം പറഞ്ഞാൽ അതിശയിപ്പിച്ചു. ഞാൻ റിവർ നൈലിൻ്റെ സോഴ്സ് ഇതാണെങ്കിലും എനിക്ക് ഗാന്ധിജിയുടെ സ്റ്റാച്ചുള്ള കാര്യം എനിക്ക് അറിഞ്ഞിരുന്നില്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാന്ധിജിയുടെ ആഷസ് അവിടെ നമ്മൾ ഈ പറഞ്ഞ ഇവിടെ നൈൽ റിവർ ഒഴുക്കിയിട്ടുണ്ട് അത്രേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു സ്റ്റാച്ചു ഉണ്ട് ഗാന്ധിജിയുടെ. അത് നമുക്ക് ഭയങ്കര, കാരണം നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ ഒരു സ്റ്റാച്ചു ഒരു ഉഗാണ്ടയിലൊക്കെ നമ്മൾ അത് ഇത്ര ദൂരം വന്ന് നമ്മൾ കാണാമെന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രൗഡ് ഫീലിംഗ് ഉണ്ടല്ലോ. ഞാൻ അവിടെ പോയി കുറച്ച് നിന്നു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ നമ്മുടെ ഇഗ്നേഷ്യസ് ഭായ് ഉണ്ടല്ലോ, ആൾക്കെന്ന് പറഞ്ഞാൽ ഉഗാണ്ടയിൽ താമസിക്കുന്ന ആളായതുകൊണ്ട് തന്നെ ആൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ അറിയാൻ, ആൾ സ്ഥിരമായി ഫ്രണ്ട്സിനൊക്കെ അങ്ങോട്ട് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അയാളെ സ്ഥിരമായി അറിയുന്നൊരു ബോട്ടുകാരനെ പിടിച്ച് നമ്മൾ ഈ പറഞ്ഞ നൈൽ റിവറിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് കുറച്ചുകൂടി ഉള്ളിലേക്കാണ്. അപ്പോൾ നമ്മൾ അവിടേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് ഇദ്ദേഹം കുറച്ചൊരു ബേർഡ് ഫോട്ടോഗ്രാഫി ഇഷ്ടമുള്ള ആളാണ് ഇഗ്നേഷ്യസ് ഭായ്. നൈലിൻ്റെ കരയിലൂടെ പോകുമ്പോൾ ഇദ്ദേഹം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഇവിടെ കുറേ കിങ് ഫിഷേഴ്സിന് ഫേമസ് ആണ്. ഒരു പിഗ്മി കിങ് ഫിഷർ ഉണ്ട്, പല ടൈപ്പ് കിങ് ഫിഷേഴ്സിന് ഫേമസ് ആയത്, നമ്മളെ പൊന്മാൻ ഫേമസ് ആണെന്നൊക്കെ ആൾ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ നൈൽ റിവറിൻ്റെ ഒരു ഒഴുകുന്നുണ്ട്, അതിൻ്റെ നടുക്കായിട്ട് ചെറിയ മരപ്പലക, ചെറിയൊരു ഏരിയ, അവിടെ നമ്മൾ ഇറങ്ങുന്നു. അപ്പോൾ അവിടെ ജസ്റ്റ് ഒരു ബോർഡ് ഉണ്ട്, സോഴ്സ് ഓഫ് റിവർ നൈൽ എന്ന് പറഞ്ഞിട്ട്. അവിടെ എത്തി നമ്മൾ ഫോട്ടോ എടുക്കുന്നു. നമ്മളെ കൂടെ നമ്മുടെ ഈ ഇറ്റലിക്കാരൻ ഫ്രണ്ടും ഉണ്ട്. അങ്ങനെ എനിക്കതൊരു വലിയതായി, കാരണം നമ്മൾ നൈൽ റിവറിൻ്റെ സോഴ്സ്, അതായത് ലോകത്തിലെ ഏറ്റവും നീളമേറിയ നദിയായ നൈൽ റിവറിൻ്റെ സോഴ്സ് നമുക്ക് കാണാൻ പറ്റി. അവിടെ കുറച്ച് നേരം മൊമെൻറ്റ് സ്പെൻഡ് ചെയ്യാൻ പറ്റി, സന്തോഷം. അപ്പോൾ എന്നോട് ഇഗ്നേഷ്യസ് ഭായ് പറഞ്ഞു നമുക്ക് ഇവിടെ നല്ല തിലാപ്പിയ കിട്ടും, നമുക്കത് കഴിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, കാരണം ഉച്ച സമയമായല്ലോ. നമ്മൾ ഇറ്റാലിയൻ ഫ്രണ്ടിനെ കൊണ്ടും അടുത്തൊരു റെസ്റ്റോറൻറ്റ് പോയി. തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ നൈൽ നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തൊട്ടടുത്ത് നമുക്ക് ഇവിടുന്ന് കാണാം, ഓപ്പൺ ഏരിയയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിരുന്നു. ഒരു തിലാപ്പിയ ഫുൾ ഫിഷ് പറഞ്ഞു, കൂടെ റൈസ്, ചെറിയൊരു സ്റ്റിക്കി പോലത്തെ റൈസ് കിട്ടി. റൈസും അതും ചേർത്ത് ഞങ്ങൾ കഴിച്ചു. തിലാപ്പിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേ ടേസ്റ്റിനാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതും കഴിച്ചു. അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അങ്ങനെ നമ്മൾ പരസ്പരം അങ്ങനെ ഒന്നുകൂടി ഒന്ന് റിലാക്സ് ആയിരുന്നിട്ടാണ് ഞങ്ങൾ പിന്നീട് യാത്ര വീണ്ടും തുടങ്ങിയത്. നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ തിരിച്ചു വന്ന് ഇഗ്നേഷ്യസ് ഭായ് നമ്മളെ കൂട്ടി പിന്നീട് നമ്മൾ കമ്പാലയിലോട്ടാണ് പോകുന്നത്. കമ്പാലയിട്ട് ഒരു 2-3 മണിക്കൂർ സമയമുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇഗ്നേഷ്യസ് ഭായ് നമ്മളത്തെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തന്നു. പിന്നെ ഉഗാണ്ട പേര് കേൾക്കുമ്പോൾ തന്നെ മിക്ക ആൾക്കാർക്കും ഓർമ്മ വരിക ഇദി അമീൻ എന്ന് പറഞ്ഞൊരു ഡിക്റ്റേറ്ററിനെ പറ്റിയാണ്. കാരണം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരനായ ഒരു ഭരണാധികാരി തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരാളാണ് ഇദി അമീൻ. അദ്ദേഹമൊക്കെ ആ സമയത്ത് ചെയ്ത എത്രയോ ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയ ഒരാളാണ്. അപ്പോൾ യുഗാണ്ട പറഞ്ഞ രാജ്യം ശരിക്കും ഇന്നും പട്ടിണി കിടക്കുന്ന ഒരു രാജ്യമായി മാറാൻ ഒരു പ്രധാന റീസൺ ഇദ്ദേഹം തന്നെയാണ്. കാരണം ഇന്നും ഞാൻ അവിടെ പോയി കണ്ട കാഴ്ചകൾ, ആൾക്കാർ ആ ഒരു സമയത്തെ അവരൊരു കഷ്ടപ്പാടിൽ ഇന്നും ഒരു മോചിതരായിട്ടില്ല. ഇന്നും ഞാൻ ആ ഒരു കമ്പാല, ഞങ്ങൾ സംസാരിച്ച അവസാനം നമ്മൾ കമ്പാല നഗരത്തിലെത്തി. അവിടെ കണ്ട കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അല്ലെങ്കിൽ ഇന്നലത്തെ ദിവസം ഞാൻ നൈറോബിയിൽ നിന്ന് കണ്ട എന്തായിരുന്നു അതിന് വിഭിന്നമായിട്ടാണ് യുഗാണ്ടയിൽ ഞാൻ കാഴ്ചകൾ കാണുന്നത്, അല്ലെങ്കിൽ കമ്പാലയിലത്തെ കാഴ്ചകളായിട്ട് ഞാൻ കണ്ടത്. കാരണം അവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഫുൾ എല്ലാ സ്ഥലത്തും റോഡ്, മണ്ണിട്ട റോഡാണ്. നമുക്കൊരു പട്ടിണിയുടെ ഒരു രൂപം നമുക്ക് ശരിക്കും എല്ലായിടത്തും കാണാം. പിന്നെ കമ്പാല എന്ന് പറയുമ്പോൾ നമുക്കല്ലെങ്കിൽ ഞാൻ ഈ കെനിയയിൽ നിന്ന് യുഗാണ്ട വരുന്ന വഴിക്ക് ഈ ഒരു കാഴ്ചയിൽ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു 1980-കളിലൊക്കെ ഒരു കേരളമില്ലേ, അതിനൊക്കെ ഒരു ഫീലിംഗും എനിക്ക് കിട്ടി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുഗാണ്ട മെക്സിക്കോ കഴിഞ്ഞാൽ ലോകത്തിലെ 2ാമത്തെ മെയിൻ ബനാന ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ കണ്ടമാന വാഴത്തോട്ടങ്ങളുണ്ട്. ഞാൻ ഈ പോകുന്ന 2 വഴിക്കും കണ്ടമാന വാഴത്തോട്ടങ്ങൾ കണ്ടു. പിന്നെ നല്ല
പിന്നെ തകരട്ട വീടുകൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് പിന്നെ ഒരു ഏകദേശം കുറച്ചൊക്കെ ലാൻഡ്സ്കേപ്പ് നമ്മുടെ കേരളം പോലെ തന്നെ ഉണ്ട്. അപ്പോൾ എനിക്ക് നമ്മുടെ കേരളം പോലെ തന്നെ ഒരു സംസം തോന്നിയൊരു ആ ഒരു റൂട്ടായിരുന്നു അത്. അങ്ങനെ നമ്മൾ കമ്പാലയിലെത്തുന്നു. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ അദ്ദേഹം നമ്മൾക്ക് കാണിച്ചു തന്നു ഈ പറഞ്ഞ കമ്പാലയിലുള്ള ഗദ്ദാഫി മോസ്ക്. ഗദ്ദാഫി എന്ന് പറയുമ്പോൾ ലിബിയയുടെ ഡിക്റ്റേറ്റർ ആയിരുന്നു ഗദ്ദാഫിയും ഈ പറഞ്ഞ ഇദി അമീനും അത്യാവശ്യം നല്ലൊരു ഫ്രണ്ട്സ് ആയിരുന്നു. അദ്ദേഹമാണ് ഈ പറഞ്ഞ മോസ്ക് അവസാനം, അതായത് അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ഈ പറഞ്ഞ യുഗാണ്ടയിൽ മുസ്ലിം പോപ്പുലേഷൻ ഉണ്ട്, അവർക്ക് വേണ്ടി അവസാന മീൻസ് ഈ ഒരു ഇദി അമീൻ ആണ് ഇത് മോസ്ക് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തെങ്കിലും അത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് ഈ പറഞ്ഞ പോലെ ഗദ്ദാഫി അവിടുത്തെ ഒരു മുസ്ലിം പോപ്പുലേഷനൊരു പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹമാണ് അത് അവസാനമായി ബാക്കിയുള്ള ഭാഗം കൺസ്ട്രക്ട് ചെയ്തത് ഗദ്ദാഫിയാണ്. ഗദ്ദാഫി മോസ്ക് തന്നെയാണ് അതിൻ്റെ പേര്. അങ്ങനെ നമ്മൾ ഗദ്ദാഫി മോസ്ക് കണ്ടു. അപ്പോൾ ഏകദേശം ഈവനിങ് സമയം. അപ്പോൾ എനിക്കൊരു ആഗ്രഹം, കാരണം എന്തായാലും ഇതുവരെ വന്നില്ലേ, 1-2 ദിവസം കൂടി യാത്രയുള്ളൂ, വളരെ ചെറിയ യാത്ര എന്ന് എനിക്കറിയാം. എന്നാൽ പോലും തൊട്ടടുത്ത് റുവാണ്ട എന്ന് പറഞ്ഞ രാജ്യമുണ്ട്. ഈസ്റ്റ് ആഫ്രിക്ക വിസ ഓൾറെഡി ഉണ്ട്, റുവാണ്ട അത് വെച്ച് നമുക്ക് പോകാം. എനിക്ക് റുവാണ്ടയോട് പോകാനൊരാഗ്രഹം. ഞാനത് ഇഗ്നേഷ്യസ് ബായോട് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു, നിങ്ങൾ ഈ ചെറിയ സമയം കൊണ്ട് ആഫ്രിക്ക ഇങ്ങനെയൊക്കെ ഓടി നടന്ന് കണ്ട് വലിയ കാര്യമുണ്ട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കറിയാം, എനിക്ക് മനസ്സിലായി നിങ്ങൾ പറയുന്നത്, പക്ഷേ എനിക്ക് എൻ്റെ ഒരു കാര്യം ഇങ്ങനെയായെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ എനിക്ക് ഈ റുവാണ്ട എന്ന് പറയുമ്പോൾ ആഫ്രിക്കയിലെ സിംഗപ്പൂർ എന്നാണ് ഒരു വിശേഷം കൂടി അതിനുണ്ട്. ഭയങ്കര ക്ലീനാണ്, ഒരു ഡിഫറെൻറ്റ് കൺട്രി തന്നെയാണത് എല്ലാം കൊണ്ടും. അപ്പോൾ ഞാൻ അതുകൊണ്ടുകൂടി പറഞ്ഞപ്പോൾ ഇഗ്നേഷ്യസ് ബായ് പറഞ്ഞു, ശരി ഓക്കെ, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പോവാം, നമുക്കൊരു ബസ് ഉണ്ടാവുമല്ലോ, നമുക്ക് ബസ് ബുക്ക് ചെയ്യാൻ പാടില്ല. നമ്മൾ നേരെ എന്ത് ചെയ്തു, ബസ് സ്റ്റേഷൻ അവിടെ പോയി അങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. കിഗാലി, അതായത് നമ്മുടെ റുവാണ്ടയുടെ തലസ്ഥാനമായ ഒരു ഷിഗാലി എന്നും പറയും അത്രേ, കിഗാലി KIGALI, ആ ഒരു രാജ്യത്തേക്ക് അങ്ങനെ ഞാൻ ബുക്ക് ചെയ്തു. നാളെ രാവിലെയാണ് ബസ് ഉള്ളത്. ഈവനിങ് ആകുമ്പോൾ എത്തും അത്രേ. അപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് പോകുന്ന വഴിക്ക് കാഴ്ചകൾ കാണാമല്ലോ, ഒരു ഫുൾ ഡേ നമുക്ക് ലാൻഡ്സ്കേപ്പും കണ്ടുപോകാം, പിന്നെ ബസ്സിൽ യാത്രയ്ക്ക് സംസാരിച്ച് പോകുന്ന രീതിയിൽ അങ്ങനെ ബസ് ബുക്ക് ചെയ്തു. അപ്പോൾ എന്നിട്ട് നമ്മുടെ ഇറ്റാലിയൻ ഫ്രണ്ട് ഞങ്ങൾ റൂമിൽ കൊണ്ടാക്കി. ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം എനിക്ക് വേണ്ടി ഇതുവരെ പരിചയപ്പെടാത്ത ഇതുവരെ ഒട്ടും, അതായത് മ്യൂച്വൽ ഫ്രണ്ട്സോ ഒരു പരിചയമില്ലാത്ത എനിക്ക് വേണ്ടി ഒരു ദിവസം ലീവ് എടുത്ത്, അതും കുറേ ദൂരം കാർ ഓടിച്ച് വന്ന് എന്നെ പിക്ക് ചെയ്ത് ഇതൊക്കെ സ്ഥലങ്ങളൊക്കെ കാണിച്ചെന്ന ഇഗ്നേഷ്യസ് ബായ് അങ്ങനെ എന്നോട് വിട പറയുകയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു കാണാം, ഇനി ഞങ്ങൾ കാണുമായിരിക്കും, എന്നാൽ പോലും ആ ഒരു യാത്രയിൽ അദ്ദേഹം ഇല്ലെങ്കിൽ എനിക്കിതൊന്നും കാണാൻ പറ്റില്ല. ഞാൻ വെറുതെ വരും, ഇങ്ങനെയൊക്കെ സ്ഥലങ്ങൾ കാണണമെങ്കിൽ പോലും ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ഇങ്ങനെ ഒരു പിക്ചറോ അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ഇദ്ദേഹം ഇല്ലെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് ആ ഒരു അനുഭവങ്ങൾ കിട്ടിയിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരാൾ എന്നോട് യാത്ര വന്ന ആൾ പോയി. ഞാൻ പുറത്ത് നിൽക്കുമ്പോൾ ഒരു ഫാമിലിയെ കണ്ടു, ഒരു ലേഡി, അവർ 2 കുട്ടികൾ. അവർ മൗറിറ്റേനിയ എന്ന് പറഞ്ഞ രാജ്യത്താണ് വരുന്നത്. മൗറിറ്റേനിയ എന്ന് പറയുമ്പോൾ നമ്മുടെ സഹാറ ഡെസേർട്ടിലൊക്കെ ഉള്ള ഒരു രാജ്യമാണ്. ഏകദേശം ആഫ്രിക്കയുടെ ഒരു കുറച്ചൊരു നോർത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടുള്ള ഒരു രാജ്യമാണ് ഈ മൗറിറ്റേനിയ എന്ന് പറയുന്നത്. അപ്പോൾ അവരിവിടെ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ജോലിയില്ല, അപ്പോൾ അതുകൊണ്ടാണ് യുഗാണ്ടയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കി, ഞാൻ ഈ കാണുന്ന ഉഗാണ്ട എന്ന് പറഞ്ഞാൽ തന്നെ അവിടുത്തെ ആൾക്കാരുടെ കാര്യം കഷ്ടമാണ്. അപ്പം ഇവിടുന്നൊക്കെ ആളുകൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കൂ. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ രാജ്യത്തോടുള്ള അല്ലെങ്കിൽ നമ്മളൊക്കെ എത്ര ബ്ലെസ്ഡാന്ന് അറിയുന്ന ഒരു മൊമെൻറ്റ്സാണ് അതൊക്കെ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ ഈ പറഞ്ഞ റുവാണ്ട, എൻ്റെ 3ാം രാജ്യം, ഒരു 4-5 ദിവസത്തിനുള്ളിൽ 3ാമത്തെ രാജ്യത്തെത്തി. ഞാൻ 3ാം രാജ്യത്തിലോട്ടുള്ള റുവാണ്ടയിലേക്കുള്ള ബസ് ഞാൻ കയറി. എൻ്റെ അപ്പുറത്തൊരു എൻ്റെ ഏകദേശം ഏജുള്ളൊരു സണ്ണി എന്ന് പറഞ്ഞൊരു ആളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോടെ സംസാരിച്ചു. അപ്പോൾ ആൾ പറയുന്ന ആളുടെ അമ്മ ഉഗാണ്ടക്കാരിയും ഫാദർ റുവാണ്ടക്കാരനുമാണ് അത്രേ. അപ്പോൾ ഒരു ബേസിക്കലി സെപ്പറേറ്റഡ് ആണ്. അപ്പോൾ ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് അവിടെ വരും, ഇവരെ കാണും, അങ്ങനെ തിരിച്ചു പോകാം. അങ്ങനെയാണ് അത്രേ പരിപാടി. ഓക്കെ, അപ്പോൾ അങ്ങനെ ബസ് എടുത്തു. പിന്നെ കുറച്ചും കൂടി യാത്ര കഴിഞ്ഞപ്പോൾ ബസ് ഒരു സ്ഥലത്ത് നിർത്തി. അപ്പോഴാണ് ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് ബസ് നിർത്തിയേപ്പിക്കും കുറേ ആളുകൾ ഇരച്ചു കയറുന്നു. കാരണം എല്ലാവരുടെ കയ്യിലുള്ള കോമൺ ആയിട്ടാണ് ഒരു നമ്മുടെ ഒരു മുളങ്കുറ്റിയിൽ കുറച്ച് ഈ ചുട്ട ഇറച്ചി ഇങ്ങനെ ചുട്ട് അവരിങ്ങനെ വെച്ചിരിക്കുകയാണ്. മോസ്റ്റ്ലി നമ്മുടെ കോഴി ഇറച്ചി അവരിങ്ങനെ കൊണ്ടുവന്ന് വിൽക്കുന്നു. അതാണ് അതിൽ കണ്ട കാഴ്ചയാണ്. മിക്ക ആളുകളും ചെറുപ്പക്കാരാണ്. അപ്പോൾ അത് ഞാനൊന്ന് വാങ്ങി. പക്ഷേ ഞാനത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് വാങ്ങിക്കഴിഞ്ഞാൽ മറ്റേ ആൾ പറയും, സാർ എൻ്റേത് വാങ്ങും. ഇപ്പോൾ നമുക്കൊരു വയറല്ലേ ഉള്ളൂ, നമുക്ക് എല്ലാവരും ഒന്നും വാങ്ങാൻ പറ്റില്ലല്ലോ. എനിക്ക് പറ്റുന്ന പോലെ 1-2 ആളിൽ നിന്ന് വാങ്ങി. ഞാൻ ഈ പറഞ്ഞ സണ്ണിക്കും കൊടുത്തു. ഞങ്ങളങ്ങനെ ഭക്ഷണം കഴിച്ചു. ഞാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ 2-3 വഴി കൂടെ നമുക്ക് യുഗാണ്ടയിൽ നിന്ന് റുവാണ്ടയ്ക്ക് പോകാം. അപ്പോൾ ഞാൻ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഡിഫറെൻറ്റ് റൂട്ടാണ്. ശരിക്കും കട്ടൂണ എന്ന് പറഞ്ഞ ബോർഡർ വഴിയാണ് പൊതുവേ മിക്ക ബസ്സുകളും പോകുന്നത്. പക്ഷേ ഇത് പോകുന്നത് വേറെ റൂട്ടാണ്. കഗിട്ടൂംബെ മിറാമ ഹിൽസ് എന്ന് പറഞ്ഞൊരു റൂട്ട് വഴിയാണ് ഇത് പോകുന്നത്. അത്യാവശ്യം നല്ലൊരു ഗ്രീനറിയൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ നല്ല സൈറ്റൊക്കെയാണ്. അപ്പോൾ നല്ലൊരു കണ്ടുകൊണ്ട് പോകുന്ന റൂട്ടുമാണ്. മലേഷ്യ, തായ്ലാൻഡ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9955444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ.
റിലാക്സ് ആയി പോകുന്ന ഇടയിൽ ആൾ ചോദിച്ചു നിങ്ങൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഞാൻ ആകെ ഒരു ദിവസത്തേക്കേ ഉള്ളൂ, ബുക്ക് ചെയ്തിട്ടുണ്ട്, ബുക്കിംഗ്.com വഴി ഇങ്ങനെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, അതൊക്കെ കുറച്ച് കോസ്റ്റ്ലി ആണല്ലോ, ഞാൻ നിങ്ങൾക്ക് വേറെ റൂം എടുത്തുതരാം, എനിക്ക് അവിടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് എന്ത് ചെയ്തു ആളിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആളുടെ ഒക്കെ പറഞ്ഞ സ്ഥിതിയല്ലേ എന്ന് വെച്ചിട്ട് ആൾ പറഞ്ഞതല്ലേ, അപ്പോൾ ഞാൻ അതാ ഇത് ചെയ്തു, ആ ബുക്കിംഗ് ക്യാൻസൽ ചെയ്തു. അതായിരുന്നു ഈ യാത്ര എനിക്ക് പറ്റിയ ഏറ്റവും അമ്മളിയും ഞാൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നത്തിലോട്ടുള്ളൊരു കാരണം ഇതായിരുന്നു. കാരണം അത് ഞാൻ മനസ്സിലാക്കുന്ന 1-2 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഈ ഇമിഗ്രേഷൻ ഇതിലെത്തുന്നു. ഇമിഗ്രേഷനിൽ ഞാൻ നേരത്തെ ആ ഒരു കെനിയ യുഗാണ്ട പറഞ്ഞ പോലെ തന്നെ 1 സ്റ്റോപ്പ് ബോർഡറാണ്. അപ്പോൾ ഇദ്ദേഹം ഫസ്റ്റ് സണ്ണി പോയി, സണ്ണി വരെ ഇത് കാണിച്ചു കൊടുത്തു, ആൾ പാസ്സായി പോയി. എന്നിട്ട് ഞാൻ എൻ്റെ ഇത് കൊടുത്തു. എൻ്റെ മെയിനിൽ എന്താ അത് കഴിഞ്ഞു, കാരണം നമ്മൾ വേറെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അതായത് എൻ്റെ അടുത്ത് ഈസ്റ്റ് ആഫ്രിക്ക വിസ ഉണ്ട്, ഓക്കെ ഇതാണ് കാര്യങ്ങൾ, അതിൽ ഇതും കവർ ചെയ്യാമല്ലോ. അപ്പോൾ എന്ത് ഞാൻ അത് കൊടുത്തപ്പോൾ ഷോ മിയർ ബുക്കിംഗ് എന്ന് പറഞ്ഞു. അപ്പോഴും എനിക്കത് അത്ര വലിയ ഇതേ തോന്നിയില്ല, കാരണം ഞാൻ എന്ത് ചെയ്തു, ഓൾറെഡി ബുക്കിംഗ്.com ഞാനത് നേരത്തെ എടുത്ത പ്രിൻ്റ് ഉണ്ടല്ലോ, അത് ഞാൻ കുറച്ച് മുമ്പ് അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. എന്നാലും എന്താണ്, ഞാനതിൻ്റെ ഒരു ഹാർഡ് കോപ്പി എൻ്റെ കയ്യിലുണ്ട്, ഞാനിപ്പോൾ എന്തായാലും ജസ്റ്റ് നോക്കും വിടും വിചാരിച്ചു. അയാൾക്കത് കൊടുത്തു. അപ്പോൾ അതിൽ ആ ബുക്കിംഗ്.com നമ്പർ ഉണ്ടല്ലോ പ്രോപ്പർട്ടറെ, ആളതിൽ വിളിച്ചു. അയാളത് ഫോൺ എടുത്തത് വിളിക്കാൻ നേരത്തെ എനിക്ക് മനസ്സിലായി, അയ്യോ, കാരണം ഞാനത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടല്ലോ, കുറച്ച് മുമ്പേ ആണല്ലോ ഞാനത് ക്യാൻസൽ ചെയ്ത്. അപ്പോൾ തന്നെ എൻ്റെ ഉള്ളിലൊരു മിന്നൽ പോയി. ആളങ്ങനെ വിളിച്ചപ്പോൾ ഓഫ് കോഴ്സ് അവിടുന്ന് ഇതാണല്ലോ പറയാൻ, ഞാൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ടെന്നാണല്ലോ പറയാം. അപ്പോൾ പറഞ്ഞു ദിസ് ഈസ് ക്യാൻസൽഡ്, വി നീഡ് ബുക്കിംഗ്, അല്ലെങ്കിൽ കയറ്റി വിടില്ല പറഞ്ഞു. ഞാൻ ആകെ വിറയ്ക്കാൻ തുടങ്ങി. കാരണം എൻ്റെ മുമ്പുള്ള ആൾ നടന്ന് ഇമിഗ്രേഷൻ കഴിഞ്ഞ് പോയി. റുവാണ്ട അധികം ആളുകൾ ഇംഗ്ലീഷ് പറയൂല, ഓക്കെ എന്നല്ലാതെ നമ്മൾ അത്ര ഇംഗ്ലീഷ് അവിടെ അതില്ല, കെനിയ യുഗാണ്ട പോലെയല്ല. പിന്നെ റുവാണ്ട ബെൽജിയം കോളനി ആയിരുന്നു. റുവാണ്ടയിൽ എല്ലാവർക്കും അത്ര ഇംഗ്ലീഷ് അറിയില്ല, അപ്പോൾ എനിക്കത് പറഞ്ഞ് ഒപ്പിക്കാനും പറ്റുന്നില്ല. അപ്പോൾ ഞാൻ നിന്ന് വരയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഞാൻ ഓൾറെഡി കെനിയ യുഗാണ്ട കഴിഞ്ഞാണ്, ഐ ഡിഡ്ന്റ് പ്ലാൻ ടു വിസിറ്റ് റുവാണ്ട, എനിക്ക് ജസ്റ്റ് ജെനോസൈഡ് മ്യൂസിയം കാണാം, പിന്നെ റുവാണ്ട, പിന്നെ ഞാൻ കുറച്ചങ്ങനെ റുവാണ്ടയെ പറ്റി മറ്റേ റുവാണ്ട കാണുന്നതിൻ്റെ ആഗ്രഹമായിരുന്നു എനിക്ക്. റുവാണ്ട സിംഗപ്പൂർ ഓഫ് ആഫ്രിക്ക പറയുന്നത് എനിക്കറിയാം, ഭയങ്കര ക്ലീനാണ്, അപ്പോൾ എനിക്ക് എന്തായാലും ഈ രാജ്യം കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് സാർ 1 ഡേക്ക് വന്നതാണ്, ഞാൻ നാളെ തന്നെ പോകുന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആൾ പറഞ്ഞു ദാറ്റ് ഓൾ ഈസ് ഓക്കെ, ബട്ട് ഇഫ് യു ഗീവ് മീ ലൈക്ക് ഇഫ് യു ഷോ മീ ദ ഹോട്ടൽ ബുക്കിംഗ് ഐ വിൽ ലെറ്റ് യു ഇൻ എന്നാൾ പറയുന്നുണ്ട്. പക്ഷേ ഞാനിത് എന്താ ചെയ്യാൻ പറ്റുക, എനിക്ക് നെറ്റില്ല, ഒന്നുമില്ല. പിന്നെ എൻ്റെ കൂടെയുള്ള അറ്റ്ലീസ്റ്റ് ഞാൻ അപ്പോൾ പരിചയപ്പെട്ട എനിക്ക് ആകെ ഒരു അറിയുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ആൾ പാസ് ചെയ്ത് പോയി. ബാക്കിയുള്ളതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ അല്ലെങ്കിൽ റുവാണ്ടത്തെ സിറ്റിസൺസ്, അതിന് ടൂറിസ്റ്റ് ആരും ഇല്ല. പിന്നെ കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ഭാഗ്യത്തിന് നേരത്തെ പറഞ്ഞ സണ്ണി എന്നെ കാണുന്നതുകൊണ്ട് തിരിച്ചു വന്നു. തിരിച്ചെന്ന് പറഞ്ഞാൽ ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ടായാലും അവിടുന്ന് ആളെന്നെ കൈയാട്ടി വിളിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് പറ്റി ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ ബുക്കിംഗ് ക്യാൻസൽ ചെയ്തല്ലോ, അപ്പോൾ ഇവർ ഇല്ലാതെ കടത്തി വിടുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആളിങ്ങോട്ട് വന്ന് ഇവരോട് സംസാരിക്കുന്നുണ്ട്, കാരണം ഇത് എൻ്റെ ഫ്രണ്ടാണ്, ഞാനിങ്ങനെ പറഞ്ഞിട്ടാണ് എനിക്ക് അവിടെ ബുക്കിംഗ് ഉണ്ട്, എനിക്കറിയുന്ന ആളുണ്ട്, ഞാൻ അവിടെ സ്റ്റേ ചെയ്യാം. കുറച്ച് കഴിയുമ്പോൾ ഈ പറഞ്ഞ ഇമിഗ്രേഷൻ ഓഫീസർ ഇവരോടും ചൂടാവാൻ തുടങ്ങി, ഇദ്ദേഹത്തിനോട് ചൂടായി. അവസാനം എനിക്ക് ഭയങ്കര സങ്കടം വന്ന് കരഞ്ഞു സത്യം പറഞ്ഞ അദ്ദേഹം. കാരണം എന്നെ ഹെൽപ്പ് ചെയ്യാന്നുള്ളത് കൊണ്ട് ഇവരുടെ ഭാഷയിലാട്ടോ പറയുന്നത്, ഇംഗ്ലീഷല്ല, അതുകൊണ്ട് എനിക്കധികം മനസ്സിലായില്ല. പക്ഷേ ഈ പറഞ്ഞ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഏകദേശം വിഷമൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇദ്ദേഹത്തിന് നന്നായി ചീത്ത വിളിക്കുന്നുണ്ട് നമ്മുടെ ഇമിഗ്രേഷൻ ഓഫീസർ. അങ്ങനെ നമ്മുടെ സണ്ണി, എന്നാലും ഇങ്ങനെ വിഷമമുണ്ടെങ്കിൽ സണ്ണി എന്നെ ഹെൽപ്പ് ചെയ്യാൻ അവിടെ നിന്നു. എന്നിട്ട് സണ്ണി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിനെ വിളിച്ച്, തൽക്കാലം ഏതൊരു ഹോട്ടലിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത് തോന്നുന്നു, അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് എങ്ങനെ കുറേ സണ്ണി ട്രൈ ചെയ്ത് അവസാനം ഫ്രണ്ടിനെ കിട്ടി. ഫ്രണ്ട് ഒരു ഹോട്ടൽ ബുക്കിംഗ് വൗച്ചർ സണ്ണിക്ക് അയച്ചു കൊടുത്തു. സണ്ണി അത് കാണിച്ചു കൊടുത്തു ഇമിഗ്രേഷൻ ഓഫീസർ. എന്നിട്ട് ഇമിഗ്രേഷൻ ഓഫീസർ ഈ പറഞ്ഞ നമ്പറിൽ വിളിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു ഓക്കെ, ഇങ്ങനെ ഒരു ഇദ്ദേഹം എനിക്കറിയുന്ന ആളാണ്. കാരണം അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് എല്ലാം സണ്ണിക്ക് കൊടുത്ത്, സണ്ണി അത് വിത്ത് പാസ്പോർട്ട് നമ്പർ എല്ലാം വെച്ചിട്ടാണ് കേട്ടോ എനിക്ക് ഹോട്ടൽ ബുക്കിംഗ് വൗച്ചർ തിരിച്ച് ഈ പറഞ്ഞ സണ്ണിയുടെ ഫ്രണ്ട് അയച്ചു കൊടുത്ത്. എന്നിട്ട് അതാണ് ഇമിഗ്രേഷൻ ഓഫീസർക്ക് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് പറയാനൊന്നുമില്ല, കാരണം എൻ്റെ പേര്, പാസ്പോർട്ട് നമ്പർ, എല്ലാ ഡീറ്റെയിൽസും ഉണ്ടല്ലോ. അപ്പോൾ ആൾ പറഞ്ഞു ഓക്കെ. എന്നിട്ട് ആൾ സീലടിച്ചു. പക്ഷേ ആദ്യമായിട്ടാണ് ഒരു ഇമിഗ്രേഷൻ സീലടിച്ച് എനിക്കൊരു സന്തോഷത്തോടെ അല്ലാതെ ഞാൻ എന്താ വെച്ചാൽ അങ്ങോട്ട് ഡ്രെയിനായിപ്പോയി. ഞാൻ ഓക്കെ സാർ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പോന്നു. ബസ്സിൽ കയറിയപ്പോൾ എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യണം. പിന്നെ അവരൊന്നും ആരോടും പറഞ്ഞിട്ട് കാര്യം, കാരണം എൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമില്ലല്ലോ അത്. പക്ഷേ എന്നെ കൂടെ ബസ് പോകാനും പറ്റില്ല, കാരണം ഇതെന്ന് പറഞ്ഞ ഒരു ഓണം കയറാൻ പോലത്തെ സ്ഥലമാണിത്. ഈ ബസ് എങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ അവിടുന്ന് ഈ പറഞ്ഞ കിഗാലിയിലോട്ട് പിന്നെയുണ്ട്, എത്രയോ ദൂരമുണ്ട്, എനിക്ക് പിന്നെ വേറെ വഴി ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് ബസ് അവിടെ നിൽക്കുന്നുണ്ട്, സണ്ണി സീറ്റിലുണ്ട്. സണ്ണി ആകെ ഗ്ലൂമി ആയിട്ടാണ്. അപ്പോൾ ഞാൻ സണ്ണിയോട് സോറി, കാരണം നിങ്ങൾ കുറേ അനുഭവിച്ചു. ആൾ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ എന്ന് പറയുന്നുണ്ട്. പക്ഷേ സണ്ണി ചെറുതായിട്ട് കണ്ണെന്നൊക്കെ വെള്ളം വരുന്നുണ്ട്. അതോടുകൂടി എനിക്ക് ആകെ ഒരു എന്താ പറയുക, ആ യാത്രയിൽ അങ്ങനെ നല്ല നമ്മളൊരു വിചാരിച്ച കാര്യങ്ങളൊക്കെ നടത്തി നല്ലൊരു പോസിറ്റീവ് ആയിരുന്ന യാത്ര എനിക്ക് ഈ ഒരു സിറ്റുവേഷനോട് എനിക്ക് ഒരു വിഷമമായിപ്പോയി. അങ്ങനെ ഞങ്ങൾ ഏകദേശം
3-4 മണിക്കൂർ കൂടി കഴിഞ്ഞപ്പോൾ കിഗാലി എത്തി. അങ്ങനെ ഇടയ്ക്ക് ബസ് വീണ്ടും നിർത്തി നമ്മൾ ആ ഒരു പോയി റെസ്റ്റ് റൂമിലും ചെറിയ ഭക്ഷണമൊക്കെ വാങ്ങി തിരിച്ചു വന്നു. അങ്ങനെ ഏകദേശം ബസ് പിന്നെ ലേറ്റ് ഒരു 7 മണിക്കൊക്കെ എത്തേണ്ട ബസ്സായിരുന്നു. മേ ബി എൻ്റെ റീസൺ കൊണ്ടായിരിക്കാം, കാരണം ഇമിഗ്രേഷനിൽ ഞാൻ കാരണം കുറച്ച് ടൈം ഡിലേ ആയല്ലോ, അതുകൊണ്ടൊക്കെ ആയിരിക്കാം ബസ് ഒരു 8 മണിയൊക്കെ ആകുമ്പോഴാണ് എത്തിയത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് സണ്ണി എന്ത് ചെയ്തു വെച്ചാൽ ആൾക്ക് അറിയുന്നൊരു നേരത്തെ പറഞ്ഞ ഹോട്ടൽ അത് ജസ്റ്റ് റെഫറൻസിന് വേണ്ടി കാണിച്ചു കൊടുത്താണ് കേട്ടോ, കാരണം അത് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടൊരു ഹോട്ടലാണ്. അപ്പോൾ അതിന് പകരം ഇയാൾ എനിക്കൊരു ദിവസത്തല്ലേ ഉള്ളൂ പറഞ്ഞിട്ടൊരു ചീപ്പായൊരു ഹോട്ടലിൽ തന്നെ സ്റ്റേ റെഡിയാക്കിയിട്ടാണ് സണ്ണി തിരിച്ചു പോയത്. നെക്സ്റ്റ് ഡേ ഞാൻ ഈ റുവാണ്ടിൽ വരാൻ ഉണ്ടായൊരു അല്ലെങ്കിൽ വരേണ്ട ഒരു റീസണായ കിഗാലി ജെനോസൈഡ് മ്യൂസിയത്തിലേക്ക് ഞാൻ പോകാൻ നിൽക്കുകയാണ്. റുവാണ്ടൻ ജെനോസൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 1994 100 ദിവസത്തോളം നിന്നൊരു കലാപമാണത്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുമ്പ് വരെ റുവാണ്ടയിൽ ഹൂട്ടു ടുട്സി എന്ന് പറഞ്ഞാൽ അവരാണ് മെയിൻ എത്നിക് ഗ്രൂപ്പ്. അതിൽ ഈ ടുട്സി എന്ന് പറയുന്നവർ ബൈ പോപ്പുലേഷൻ വളരെ കുറവാണ്, പക്ഷേ ഈ പറഞ്ഞ ഗവൺമെൻറ്റും മിക്ക കാര്യങ്ങളും അവരാണ് കൈയാളി വെച്ചിരുന്നത്, അല്ലെങ്കിൽ അവർക്കായിരുന്നു കൺട്രോൾ ഉണ്ടായിരുന്നത്. ഹൂട്ടു എന്ന് പറയുമ്പോൾ അവർ പോപ്പുലേഷൻ വൈസ് ആളുകൾ കൂടുതലാണെങ്കിലും അവർക്ക് അധികം പവർ ഉണ്ടായിരുന്നില്ല. പവർ എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസോ അല്ലെങ്കിൽ ഒരു എക്കണോമിക് ഇത് വെച്ചിട്ട് അവർ കുറച്ച് വീക്കായിരുന്നു. അപ്പോൾ അവർക്ക് എന്താ പറയുക, പല റീസണും കൊണ്ടും ഇവർക്ക് അവരോടുള്ള ദേഷ്യമൊക്കെ അമർഷം അത് അണപൊട്ടി ഒഴുകിയ ഒരു ടൈമിലാണ് ഈ പറഞ്ഞ റുവാണ്ടൻ ജെനോസൈഡ് സംഭവിക്കുന്നത്. ഒരു 100 ദിവസത്തിനുള്ളിൽ ഏകദേശം 5 ലക്ഷത്തോളം ആളുകളാണ് കൊല്ലപ്പെട്ടത്. അധികവും ഈ പറഞ്ഞ ടുട്സി പറഞ്ഞ ഒരു എത്നിക് ഗ്രൂപ്പിലെ ആൾക്കാരും കൂടാതെ ഹുട്ടൂൽ തന്നെ കുറച്ച് മോഡറേറ്റ് ആയ ഹുട്ടൂലെ ആൾക്കാരെയും കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു TWA എന്ന് പറഞ്ഞ ഒരു പിഗ്മി ഗ്രൂപ്പ് ആയ ആൾക്കാരാണ്. അവരും ഇതുപോലെ ഈ ഒരു കലാപത്തിൽ ധാരാളം പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഈ റുവാണ്ടൻ ജെനോസൈഡ് മ്യൂസിയത്തിനുള്ളിൽ കയറുകയാണ്. അവിടെ ആ സമയത്ത് നടന്ന കാഴ്ചകളുടെ കുറേ ചിത്രങ്ങളുണ്ട്. നമ്മൾ ഈ വായിച്ചതോ കേട്ടതിനേക്കാട്ടിലും അത്രയും ഭീകരമായിരുന്ന അവസ്ഥ എന്നുള്ളത് എനിക്കപ്പോൾ മനസ്സിലായി. ശരിക്കും പറഞ്ഞ ഒരു തണുപ്പ് എൻ്റെ ശരീരത്തിനുള്ളിൽ കയറിയതായിരുന്നു. ഇതിൻ്റെ ഒരു ഇൻസിഡൻറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ആ ഒരു സമയത്ത് ഈ ഒരു ഹൂട്ടു മിലിറ്റൻസ് അവർ ചെയ്തൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ജയിലിൽ നിന്ന് അത്രയും കൊടും ക്രിമിനൽസ്, ഈവൻ അതായത് HIV ബാധിതരായ ക്രിമിനൽസിനെ അവർ പുറത്തിറക്കി. എന്നിട്ട് അവരെ വെച്ച് ഈ ഒരു ടുട്സി ആ ഒരു കമ്മ്യൂണിറ്റിയിലെ ലേഡീസിനെ റേപ്പ് ചെയ്തു, ഗാങ് റേപ്പ് ചെയ്തു. പിന്നെ അവരെ പല രീതിയിൽ സെക്ഷൽ അസോൾട്ട് ചെയ്തു. അവരെ HIV ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു ഇമ്പാക്റ്റ് പിന്നെയുള്ള തലമുറയ്ക്കും ഉണ്ടാക്കണം എന്ന് അത്രയും ദുരുദ്ദേശത്തോടു കൂടിയാണ് ഈ പറഞ്ഞ HIV ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ക്രിമിനൽസിനെ കൊണ്ടടക്കം വരിക ഗ്യാങ് റേപ്പ് ചെയ്ത് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അത്രയും എന്താ പറയുക, തീവ്രമായൊരു വംശഹത്യ അല്ലെങ്കിൽ ഇതാണ് അവിടെ ആ സമയത്ത് നടന്നത്. അങ്ങനെ പല കാര്യങ്ങളും അതിനെപ്പറ്റി എനിക്ക് ആ കുറച്ച് നേരം കൊണ്ട് തന്നെ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങി പോന്നാൽ മതി എന്നായിപ്പോയി. കാരണം ഈ ഒരു രാജ്യത്ത് ഞാൻ പോകാനുള്ള ഒരു കാരണം തന്നെ ഇതായിരുന്നെങ്കിലും കുറച്ച് കഴിയുമ്പോഴേക്കും ഈ ഒരു മനസാക്ഷിയെ മരവിപ്പിക്കുന്ന രീതിയിലൊക്കെ കാഴ്ചകളും അതിനെപ്പറ്റി ഡീറ്റെയിൽസൊക്കെ വായിക്കുന്തോറും എനിക്ക് എന്തോ ഒരു തണുപ്പൊക്കെയാണ് ശരീരത്തിൽ വരാൻ തുടങ്ങിയത്. അങ്ങനെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്കത് മടുത്തു എന്നല്ല ഞാൻ പറയേണ്ടത്, ശരിക്കും പറഞ്ഞാൽ എനിക്കത് ഇനി ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥയായി പോയി. അപ്പോൾ ഞാനത് ജസ്റ്റ് തിരിച്ചിറങ്ങി ഞാൻ കുറച്ച് നേരം അതിൻ്റെ മുമ്പിൽ ചെറിയൊരു പൂന്തോട്ടം പോലെ തന്നെ അവിടെ പോയി ഞാൻ ഇരുന്നു. കുറച്ച് നേരം ഒന്നും ഉൾക്കൊള്ളാൻ കുറച്ച് സമയമുണ്ടായിരുന്നു. കാരണം ഈ ഒരു വിഷ്വൽസൊക്കെ എനിക്ക് എന്നെ ഭയങ്കരമായിട്ടൊരു ഹോണ്ടായ പോലെ. തിരിച്ച് റൂമിൽ പോകുന്ന വഴിക്ക് ഞാൻ അവിടെ ഒരു കോഫി ഷോപ്പ് ഞാൻ ശ്രദ്ധിച്ച കാര്യമാണ്. ഇവിടെ അത്യാവശ്യം കോഫി ഷോപ്പുകൾ ധാരാളം ഉണ്ട്. ഇവിടുത്തെ ആളുകൾ കുറച്ചുകൂടി കോഫി പ്രിഫർ ചെയ്യുന്ന ആൾക്കാരെ തോന്നുന്നു. അത്യാവശ്യം മിക്ക സ്ഥലങ്ങളിൽ കഫേയൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ ഒരു സ്ഥലത്തൊക്കെ ഞാൻ പോയി കോഫി കുടിച്ചു. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുഗാണ്ടയിലെ പോലീസുകാരെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്കും എൻ്റെ കൂടെ വന്ന ആൾക്കും കുറച്ച് മോശം അനുഭവങ്ങളാണ് ഉണ്ടായതെങ്കിൽ ഇവിടെ എന്ന് പറഞ്ഞാൽ പോലീസുകാർ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ബേസിക്കലി എന്താണ് ഒരു പോലീസുകാരൻ്റെ ഡ്യൂട്ടി എന്ന് എനിക്ക് ഇവിടുന്ന് മനസ്സിലായി. കാരണം അവർ നമ്മളെ കാണുമ്പോൾ തന്നെ എന്തെങ്കിലും ഹെൽപ്പ് വേണോ, അല്ലെങ്കിൽ നമ്മൾ സാർ എനിക്കിങ്ങനെ ഇവിടുന്ന് ഒരു സ്ഥലത്തേക്ക് പോകാനായിരുന്നു പറഞ്ഞപ്പോൾ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അല്ലെങ്കിൽ അവർ നമ്മൾക്ക് ഭാഷ ബാക്കിയുള്ള 2 രാജ്യങ്ങൾ, അതായത് കെനിയയിലും യുഗാണ്ടയിലും ഇംഗ്ലീഷ് ആണെങ്കിൽ ഇവിടെ അത്ര ഇംഗ്ലീഷ് എല്ലാവർക്കും വശമില്ല. എന്നാൽ പോലും അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ മാക്സിമം അവർ നോക്കിയിട്ടുണ്ട്. പിന്നെ അവർ ഭയങ്കര ഫ്രണ്ട്ലിയാണ്, സ്മൈലിംഗ് ആയിരുന്നു. പിന്നെ ഞാൻ തിരിച്ചു പോകാനുള്ള ബസ് ബുക്ക് ചെയ്തില്ല. ഞാനപ്പോൾ ജസ്റ്റ് ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ബസ് ബുക്ക് ചെയ്തു തിരിച്ച് കമ്പാലയ്ക്കല്ല. കാരണം എനിക്ക് കമ്പാലയിൽ നിന്ന് തന്നെയാണ് തിരിച്ച് എനിക്ക് ഫ്ലൈറ്റ് ഉള്ളത്. കാരണം ഞാൻ ഈ ഒരു നേരത്തെ പറഞ്ഞല്ലോ റുവാണ്ട ട്രിപ്പ് ഒരിക്കലും ഞാൻ പ്ലാൻ ചെയ്തല്ല. അതുകൊണ്ട് തന്നെ കെനിയയിൽ വന്നിറങ്ങി യുഗാണ്ടയിൽ നിന്ന് തിരിച്ചു പോകാനാണ് ഉദ്ദേശിച്ചിരുന്നത്. എനിക്ക് പിന്നീടാണല്ലോ ഈ റുവാണ്ട ട്രിപ്പ് കയറി വന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തിരിച്ച് ഉഗാണ്ടയിൽ പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ യുഗാണ്ടയിൽ പോകാനുള്ള ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്തു. എനിക്ക് യുഗാണ്ടയിൽ തന്നെയാണ് തിരിച്ച് ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബസ് ബുക്ക് ചെയ്തു, അങ്ങോട്ടുള്ള തിരിച്ച് യുഗാണ്ടയ്ക്കുള്ള ബസ് ബുക്ക് ചെയ്തു. എനിക്ക് പക്ഷേ സണ്ണി ഒന്നും കൂടി കാണണമെന്നുണ്ട്. കാരണം ഞങ്ങൾ ആ ഒരു
ലാസ്റ്റ് ഞങ്ങൾ കണ്ടു പിരിഞ്ഞത് അത്ര എനിക്കൊരു നല്ലതായിട്ട് തോന്നിയില്ല. കാരണം അദ്ദേഹം ഞാൻ കണ്ട ചെറിയ വിഷമം ഉണ്ടായല്ലോ. അപ്പോൾ ഞാൻ സണ്ണിയെ വിളിച്ചു, നമുക്ക് ഡിന്നർ ഒപ്പാവാമെന്ന് പറഞ്ഞു. പോകുന്നതിന് മുമ്പേ നമുക്ക് ഭക്ഷണം കഴിച്ച് പിരിയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 5 മണി 6 മണിയാകുമ്പോഴേക്കും സണ്ണി എത്തി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഭക്ഷണം കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കൊണ്ടുപോയി. കാരണം ഇതുവരെ സണ്ണി ഇന്ത്യൻ ഫുഡ് കഴിച്ചിരുന്ന നേരത്തെ എന്നോട് പറഞ്ഞാൽ ഞാൻ ഓർമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സണ്ണിയെ കൊണ്ട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കൊണ്ടുപോയി. നമ്മുടെ ഈ പറഞ്ഞ തന്തൂർ റൊട്ടി, പിന്നെ നോർത്ത് ഇന്ത്യൻ ടൈപ്പ് ഒരു സ്റ്റൈലിലുള്ള ബിരിയാണിയാണ്. എന്നാൽ പോലും ഞങ്ങളത് ഓർഡർ ചെയ്തു. ആളത് കഴിച്ചു. ആൾക്കത് ഓക്കെ, ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ ആൾ പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ഹാപ്പി, കാരണം ഓക്കെ ഇനി എന്നെ ഹെൽപ്പ് ചെയ്ത ആൾക്ക് നമുക്ക് തിരിച്ച് ചെറുതായിട്ടെങ്കിലും ഒരു ആളെ ഹാപ്പിയാക്കാൻ പറ്റിയല്ലോ. കാരണം അങ്ങനെയാണല്ലോ ഞങ്ങൾ പരസ്പരം ബൈ പറഞ്ഞ് പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഹാപ്പിനെസ് എനിക്കുണ്ടായിരുന്നു. ഞാൻ തിരിച്ച് ബസ് കയറി ഇനി ഞാൻ പോകുന്നത്, ഞാൻ വന്ന വഴിയല്ല ഞാൻ പോകുന്നത്, വേറൊരു കട്ടൂണ എന്ന് പറഞ്ഞ ബോർഡർ, അതാണ് ഇവിടുത്തെ മെയിൻ റൂട്ട്, യുഗാണ്ടയിൽ പോകുന്നത്. ആ റൂട്ടിലാണ് പോകുന്നത്. ഏകദേശം ഒരു 10 മണിയാകുമ്പോഴേക്കും ഞാനവിടെ ഇമിഗ്രേഷനിലെത്തി. നമ്മുടെ കട്ടൂണ എന്ന് പറഞ്ഞ ഇമിഗ്രേഷനിലെത്തി. അവിടെ എത്തിയിട്ട് പിന്നീട് ഞാൻ വേറൊന്നും, കാരണം അനുഭവം, ഇതിൻ്റെ മുമ്പത്തെ അനുഭവം കുറച്ച് ഇതായതുകൊണ്ട് തന്നെ, വിഷമമുള്ള അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഞാൻ ഇനി ഇവിടെ എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ള ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഞാൻ നേരിട്ടത് ഒരു പ്രശ്നമല്ല, പക്ഷേ കാത്തിരിപ്പാണ്. എൻ്റെ ഒരു ക്ഷമ ടെസ്റ്റ് ചെയ്യുന്നൊരു സമയമായിരുന്നു അത്. കാരണം 3-4 മണിക്കൂറാണ്. കാരണം ഡിസംബർ മാസമാണ്, അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു. 3-4 മണിക്കൂറാണ് ഞാൻ അവിടെ ഒരു ഇമിഗ്രേഷന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വന്നത്. അപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. 2-3 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നല്ലോ. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ച കാര്യം, അവിടെ ഒരു ഇൻ്റർസ്റ്റേറ്റ് പാസ് എന്ന് പറയുന്ന സംഭവമാണത്. അതായത് അവർക്ക് ഈ ഒരു ഉഗാണ്ട, റുവാണ്ട, കെനിയ എന്ന രാജ്യങ്ങളെ സിറ്റീസൺസ് പരസ്പരം ഈ രാജ്യങ്ങളിൽ യാത്ര ചെയ്യാൻ വേണ്ടി ശരിക്കും പാസ്പോർട്ട് കൂടി ആവശ്യമില്ല. നമുക്ക് അവർക്കൊരു ഇൻ്റർസ്റ്റേറ്റ് പാസ് എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്റ് കൊടുക്കും. അത് പ്ലസ് അവർ നാഷണൽ ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് വെച്ച് ഇവിടെ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാം. അപ്പോൾ മിക്ക ആളുകളുടെ കയ്യിലും ഇതാണുള്ളത്. അപ്പോൾ പിന്നെ ടൂറിസ്റ്റായിട്ട് ഞാൻ അങ്ങനെ ആരും കണ്ടില്ല. ഒരു 1-2 ആളുകളെ കണ്ടു. അവരാണെങ്കിൽ എനിക്ക് അവർ ഏത് രാജ്യക്കാരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പാസ്പോർട്ട് മീൻസ് അവർ പാസ് ചെയ്യുന്ന നേരത്തെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഈജിപ്തിൻ്റെ പാസ്പോർട്ടാണ്. അവർ കുറച്ച് നേരമായിട്ട് അവിടേക്ക് നടക്കുന്നത്, എന്തോ ഒരു വിസയുടെ എന്തോ പ്രശ്നം തോന്നുന്നു. അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഈ വിസ ഓഫീസർ പറഞ്ഞയക്കുന്നുണ്ട്. ഒരൊറ്റ വിസ ഓഫീസറുള്ളൂ. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഈ 3-4 മണിക്കൂർ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഒറ്റ ഇമിഗ്രേഷൻ ഓഫീസറും ഇത്രയും ക്യൂ ഉള്ള ആൾക്കാരും. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ബാത്റൂം പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ആളുകളോട് ഞാൻ പോയി വരാമെന്നോ, എൻ്റെ ബാഗൊക്കെ ഉണ്ട്, എങ്ങനെ ഇവരോട് പറയാം, മിക്ക ആൾക്കാർക്ക് ഇംഗ്ലീഷ് അറിയില്ല തോന്നുന്നു. ഞാൻ ചോദിച്ചുമില്ല, അതാണ് സത്യം. അവിടെ 3-4 മണിക്കൂർ തണുപ്പത്ത് ഒരു കാലിൽ നിൽക്കുക, മറ്റേ കാലിൽ നിൽക്കുക. ഇങ്ങനെ നിന്ന് അവസാനം എൻ്റെ കൂടെ എത്തി. ഞാനവിടെ മുമ്പിലെത്തിയപ്പോൾ ഇയാൾ വൈ കമ്മിങ് അഗെയിൻ ടു യുഗാണ്ട, അങ്ങനെ എന്തോ ഒരു ഭയങ്കര ദേഷ്യത്തോടെ. അതുവരെ ഞാൻ ആളെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ ബാക്കിയുള്ളവരൊന്നും ഉണ്ടെന്നൊന്നുമില്ല, അയാൾ പെട്ടെന്ന് സീലടിച്ച് കൊടുക്കുന്നു. എൻ്റെ അവിടെ എത്തിയപ്പോൾ ആൾ ഭയങ്കര ദേഷ്യത്തോടെ വൈ അഗെയിൻ കമ്മിങ് ടു യുഗാണ്ട. ഞാൻ പറഞ്ഞു, ഞാനപ്പോൾ സാർ എനിക്ക് നാളെ ഫ്ലൈറ്റ് യുഗാണ്ടയിൽ നിന്നാണ്, അതുകൊണ്ടാണ് സാർ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എളിമയോടെ നിന്നു. അപ്പോൾ ആൾ എന്തൊക്കെയോ പിറുവിറുത്ത് സീലടിച്ച് വന്നു. അപ്പോൾ എനിക്ക് എന്തുകൊണ്ടാണ് ആളങ്ങനെ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും അങ്ങനെ അവിടെ കഴിഞ്ഞു. 3-4 മണിക്കൂർ നേരത്തെ വെയിറ്റിന് ശേഷം അവസാനം ഞാൻ തിരിച്ച് ബസ് കയറി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും ഞാൻ അങ്ങനെ നമ്മുടെ കമ്പാല യുഗാണ്ടയിലെത്തി. അപ്പോഴാണ് എനിക്കൊരു ഞാനൊരു ഭക്ഷണം കഴിക്കാൻ കയറിയ സമയത്ത് ഞാൻ വൈഫൈ ഓൺ ചെയ്തു. അപ്പോഴാണ് എനിക്കൊരു മെയിൽ വന്ന് നടക്കുന്നത്, എൻ്റെ ഫ്ലൈറ്റ് കുറച്ച് ഹവേഴ്സ് ഡിലേ ആണ്. അപ്പോൾ സമയമുണ്ടല്ലോ, അപ്പോൾ 1-2 സ്ഥലം കൂടി കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടുത്ത് തന്നെ നാഷണൽ മ്യൂസിയം ഉണ്ട്. അപ്പോൾ അവിടെ ചെന്ന് എനിക്ക് പുതിയ മൃഗങ്ങളോട് ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ ഞാൻ അധികവും അവിടെ കവർ ചെയ്തത് തന്നെയാണ്. അപ്പോൾ അവിടുത്തെ സെക്രട്ടറി ബേർഡ് എന്ന് പറഞ്ഞ ബേർഡ് ഉണ്ട്. നമ്മുടെ അവിടെ കാണുന്ന കുറേ പക്ഷികളും മൃഗങ്ങളൊക്കെ സ്റ്റഫ് ചെയ്ത രൂപങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് ഞാൻ ആ ഒരു ഭാഗത്തേക്ക് തന്നെയാണ് പോയത്. സെക്രട്ടറി ബേർഡ്, വൈപ്പേഴ്സ്, അങ്ങനെ ഇപ്പോൾ നമ്മുടെ അണലി, അങ്ങനെ പല പല മൃഗങ്ങളുടെ അതിൻ്റെ അടുത്തേക്ക് ഞാൻ കുറച്ചുകൂടി കൂടുതൽ സമയം ചിലവഴിച്ച അവിടെയാണ്. അപ്പോൾ ഈ കുറച്ചൊക്കെ കാഴ്ചകൾ എല്ലായിടത്തും കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് ഇറങ്ങി. കാരണം ഇനി എനിക്ക് ഒരു എൻഡബേ സൂവിലോട്ടും പോകണം. ഈ എൻഡബേ സൂവിൻ്റെ അടുത്ത് തന്നെയാണ് എയർപോർട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ എൻഡബേ സൂവിലോട്ട് ഞാൻ പോകാൻ പ്ലാൻ ഇട്ടു. അപ്പോൾ നേരത്തെ ഇഗ്നേഷ്യസ് ഭായി എന്നെ കൂട്ടിയിട്ട് അങ്ങോട്ട് എയർപോർട്ടിലാക്കി തരാമെന്ന് പറയുന്നു. പക്ഷേ ജോലി കുറച്ച് ആൾക്കൊരു ഇറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ ആൾ തന്നെ സ്ഥിരമായി പോകുന്നൊരു ടാക്സി ഡ്രൈവറിൻ്റെ നമ്പർ എനിക്ക് തന്നു. ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചു. അങ്ങനെ അദ്ദേഹം എത്തി. അപ്പോൾ ഞങ്ങളങ്ങനെ സൂവിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആളൊരു സ്ഥലത്ത് വണ്ടി നിർത്തി ഭക്ഷണം എന്നല്ല, ആളെന്തോ വാങ്ങുന്നു കണ്ടു. അപ്പോൾ നോക്കുമ്പോൾ ഒരു ചുട്ടെടുത്ത പഴം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ഒന്നും കഴിച്ചില്ല, ഇതൊക്കെയാണ് പൊതുവെ ഉച്ചയ്ക്ക് കഴിക്കാറ് പറഞ്ഞു. അപ്പോൾ അതെന്തോ കുറച്ചൊരു വിഷമം തോന്നി. കാരണം ഒരു കനലിൽ ചുട്ടെടുത്ത പഴം കൊണ്ടൊക്കെ ഒരു മനുഷ്യൻ്റെ എന്ത് വിശപ്പ് തീരാമെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഓക്കെ, എന്തായാലും ഞങ്ങൾ യാത്ര തുടർന്നു. എന്നിട്ട് ഞാൻ അദ്ദേഹത്തിനോട് പോകുന്ന വഴിക്ക് ഒരു മാളുണ്ട്, അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും കയറാം എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു സമയമുണ്ടോ? ഞാൻ പറഞ്ഞു സമയമുണ്ട്, കുഴപ്പമില്ല, നമുക്ക് കയറാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിനെ കൂട്ടിപ്പോയി. ഞങ്ങൾ എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് ഭക്ഷണം വാങ്ങി ഞങ്ങൾ പരസ്പരം ഷെയർ ചെയ്ത് കഴിച്ചു. കാരണം എനിക്കതൊരു നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ആളൊരു പഴം മാത്രം കഴിച്ച് എനിക്കെന്തോ കുറച്ചൊരു വിഷമം തോന്നി. അതുകൊണ്ടാണ് പിന്നെ ഞാനും കഴിച്ചിരുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഒപ്പം കഴിക്കാവുന്ന രീതിയിൽ ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു. പിന്നെ ഈ യാത്രയിൽ മിക്കവാറും ഞാൻ അവസാനത്തെ എൻ്റെ ഒരു ആഫ്രിക്കൻ ഫ്രണ്ട് ആയിരിക്കും ഇദ്ദേഹം. എന്നിട്ട് ആൾ എന്നെ ഇറക്കി വിട്ടു, എൻ്റെ സൂവിൻ്റെ മുമ്പിൽ ഇറക്കി വിട്ടു. അവിടുന്ന് ആൾ പറഞ്ഞു ബോഡ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞങ്ങൾ
ഞാൻ പോവുകയാണ് പറഞ്ഞു. അങ്ങനെ ആളെന്നെ ഇറക്കിയിട്ട് ഞാൻ നേരെ സൂവിൻ്റെ ഉള്ളിൽ കയറി. അങ്ങനെ സൂവിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ അവസാനം നമ്മുടെ ആഫ്രിക്കാനെ കണ്ടു. ആകെ ഒരു ഒറ്റാനേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ആഫ്രിക്കാനെ കണ്ടു. അങ്ങനെ ഞാൻ വിചാരിച്ച കുറേ കാര്യങ്ങൾ നടത്തി. അങ്ങനെ അവസാനം നമ്മുടെ ആഫ്രിക്കാനെയും കണ്ടിട്ടാണല്ലോ ഞാൻ യാത്ര പൂർത്തീകരിക്കുന്നത്. അങ്ങനെ നമ്മൾ ബോഡയിൽ നമ്മൾ തിരിച്ച് എൻ്റെ എയർപോർട്ടിൽ എത്തുകയാണ്. അങ്ങനെ ഒരു കുറച്ച് ദിവസത്തെ ആണെങ്കിലും നമ്മുടെ ഒരു ഈസ്റ്റ് ആഫ്രിക്ക, എൻ്റെ ഒരു ലൈഫിലൊരു വലിയൊരു ആഗ്രഹമായിരുന്ന ഈസ്റ്റ് ആഫ്രിക്ക ട്രിപ്പ് നമ്മുടെ ഇവിടെ അവസാനിക്കുകയാണ്. പൊതുവെ എല്ലാവർക്കും യാത്ര ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സന്ദർശിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈസ്റ്റ് ആഫ്രിക്കൻ രാജ്യങ്ങൾ. എല്ലാവർക്കും ആ രാജ്യങ്ങളെല്ലാം സന്ദർശിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.